അച്ഛന് അവിടെ പോയത് പാറു ഡി അച്ഛനെവിടെ? അച്ഛൻ പുറത്തെങ്ങാനും ഉണ്ടാ? അച്ഛൻ ചേച്ചിന്റെ അവിടെ നിൽക്കുന്ന കണ്ട് പിന്നെ മുങ്ങിയാ? എങ്ങോട്ടി പോണത്? അതറിഞ്ഞൂടാ, പക്ഷെ ആളില്ല അവിടെ. ലച്ചുവിനെ വിളി. അച്ഛൻ എങ്ങോട്ട് ഇടക്കിടക്ക് പോണത്? ഫോൺ എടുക്കില്ല. എന്താ എന്താ അച്ഛനെവിടെ? ഇവിടെ വന്നിട്ട് പറഞ്ഞ അച്ഛൻ എങ്ങോട്ടോ പോയെന്ന്. അച്ഛൻ എങ്ങോട്ടോ പോയി? അതന്നെ ചോദിച്ചു, അച്ഛൻ എങ്ങോട്ട് പോയെന്ന്. അതുകൊണ്ടല്ലേ നിന്റെ അടുത്ത് ചോദിച്ചു, കാണാത്തോണ്ടല്ലേ ചോദിച്ചേ. അമ്മ രാവിലെ ഓഫീസിൽ പോണതിന് മുന്നേ അച്ഛൻ പാല് മേടിക്കാനാന്നും പറഞ്ഞ ജംഗ്ഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് അമ്മ നല്ല വഴക്കൊക്കെ പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞ റീസൺ എന്താണെന്നറിയോ? സുഖചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ 15 മിനിറ്റ് നടക്കണം എന്ന്. ആ പറഞ്ഞത് തന്നെ കള്ളമാണ്. വിളിച്ചു നോക്കാത്ത എന്ത്? ഞാൻ വിളിച്ചു നോക്കിയെന്ന്, വിളിച്ചിട്ട് എടുക്കണ്ടേ? ഒരു തവണ വിളിച്ച അച്ഛൻ എടുക്കൂല. കുറെ തട്ടുമുട്ട് റീസൺ പറയും. ഫോൺ സൈലന്റിലായിരുന്നു, കണ്ടില്ലെന്നൊക്കെ പറയും. ഒരു 5-6 തവണ അടുപ്പിച്ച് വിളിച്ചു നോക്ക്. അപ്പൊ എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞ അച്ഛൻ കോൾ അറ്റൻഡ് ചെയ്യും. വിളിച്ചു നോക്കേട്ടാ. ഹലോ, എവിടെയാണ്? അല്ല, ആദ്യം ഫോൺ വിളിച്ചപ്പോ കണ്ടില്ലേ? സൈലന്റിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എങ്ങനെ എടുത്ത്? ഇപ്പോഴാണ് കയ്യിൽ ഫോൺ എടുത്തതെന്നാ? അല്ല, അമ്മ പറഞ്ഞില്ലേ പുറത്തിറങ്ങാൻ പാടില്ലാന്ന് അധികം? ചികിത്സ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? പിന്നെ അച്ഛൻ എന്തിനാ ഇറങ്ങി നടക്കണത്? അച്ഛൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോളണം കേട്ടാ. പെട്ടെന്നാ ഇപ്പൊ ഇങ്ങോട്ടാ. നീ പറഞ്ഞ കറക്റ്റാണ് കേട്ടാ. നിനക്ക് എങ്ങനെ മനസ്സിലായി അച്ഛൻ്റെ സൈക്കോളജിക്കൽ മൂവ്സ് ഒക്കെ? അതുകൊണ്ടല്ല അച്ഛൻ എൻ്റെ അടുത്ത് ഒരു നമ്പർ പോലും ഇറക്കാത്തത്. അത് വിട്. അപ്പൊ നമ്പർ ഇറക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അച്ഛൻ നമ്പർ ഇറക്കുകയും ചെയ്യും, നമ്മളെ കുപ്പിയിൽ ഇറക്കുകയും ചെയ്യും. അതൊക്കെ ശരിയാണ്. പക്ഷെ അച്ഛനിപ്പോ എവിടെയുള്ള? അച്ഛനോ? അച്ഛൻ എന്തോ ഷേവിംഗ് സെറ്റ് ഒന്നും മേടിക്കാൻ പോയതാ. അത് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചേട്ടൻ മേടിച്ചോണ്ട് വരൂലേ? അപ്പൊ അച്ഛന് പോകാൻ പറ്റില്ലല്ലോ. അതാണ് അമ്മ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, അച്ഛന് ഒരു കാരണം വെച്ചാലും പുറത്ത് വിടരുതെന്ന്. വരട്ടെ. നല്ല വഴക്ക് കൊടുക്കണം, ഈ വിടാനും പാടില്ല. കണ്ടാ, ഈ കൊച്ചിന്റെ സീരിയസ്നെസ് അച്ഛനില്ല. ആ കേശു ചെറുക്കൻ ഉണ്ടെങ്കിൽ അവൻ പുറകെ പോയി വിളിച്ചോണ്ട് വന്നേനെ. അവന്റെ ആവശ്യമൊന്നുമില്ല. അച്ഛനെ ഞാൻ നോക്കിയോളാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അച്ഛനിപ്പോ വയ്യാതിരിക്കുവല്ലേ പാറു, അതുകൊണ്ട് വലിയ അലമ്പൊന്നും ഉണ്ടാക്കൂല. എനിക്ക് കുറച്ച് ജോലിയും കൂടിയാണ്, തീർത്തിട്ട് വരാം. ഇന്നലത്തെ പോലത്തെ വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള പരിപാടിയാണോ? അതെ, പരിപാടി തന്നെയാണ്. പക്ഷെ 2 രീതിയിലാണ് ചേട്ടൻ ഉണ്ടാക്കുന്നത്. അച്ഛന് പിന്നെ ഉപ്പും എരിവൊന്നും പാടില്ലല്ലോ. കുഴപ്പമില്ല. ഇന്നിപ്പോ ഉള്ള വെച്ച് അങ്ങ് പോവാ. എന്തായാലും അമ്മ ഞായറാഴ്ച വരുമല്ലോ, അപ്പൊ സ്പെഷ്യൽ ഇട്ട് പൊളിക്കാം. ഇന്ന് എനിക്ക് മീൻകറിയും കൂടെ ഉണ്ടാക്കാൻ വയ്യ. ഇനിയിപ്പോ എന്റെ ഉപ്പാട് പോകും. അതാ പറഞ്ഞ സീനില്ല കേട്ടോ. എന്താന്ന്? ചിക്കൻ കഴിച്ച കാലം മറന്നു. നീ ജനിച്ചിട്ട് ആകെപ്പാട് 2-3 വർഷമല്ലേ ആയോളൂ. അതിന്റെ ഇടയിൽ അവള് കാലം മറന്നു കള്ളി. അച്ഛൻ വരുമ്പോ പറയണോ കേട്ടാ. എന്ത് ഇത്ര ഗൗരവം? ബ്ലൈഡ് വാങ്ങിയാൻ വരുന്നു. ചേട്ടൻ പോയാനല്ല, അച്ഛന് വയ്യാത്തല്ലേ. കട ഇവിടെ അടുത്തല്ലേ? ഇനി വാ, ശരിയാക്കി തരാം. അയ്യോ, കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താടാ ചേച്ചി ഒന്ന് വന്നോട്ട്. എന്താ അച്ഛൻ എത്തിയാ? എന്ത് അച്ഛൻ എവിടെ പോയതാന്ന് പറഞ്ഞേ? ജംഗ്ഷനിൽ ഷേവിംഗ് സെറ്റ് മേടിക്കാനാ? ബ്ലൈഡ് വാങ്ങിയേ? അച്ഛൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ ബ്ലേഡ് വല്ലതും മേടിക്കണം. ഞാൻ പോവില്ല അച്ഛാ. അച്ഛൻ ഓൾറെഡി രാവിലെ കടയിൽ പോയതല്ലേ പാല് മേടിക്കാൻ. നിങ്ങൾക്ക് എന്ത് പ്രശ്നം? പ്രശ്നം എന്താണെന്നാ? ഇപ്പൊ പുറത്ത് നല്ല വെയിലല്ലേ അച്ഛാ. ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വെയിൽ കൊള്ളും, നല്ല വേർപ്പിറങ്ങും. ഒരാഴ്ച ചികിത്സ കഴിഞ്ഞിട്ട് വന്നേലേ ഉള്ളൂ. ഇപ്പൊ ഒരാഴ്ച റെസ്റ്റ് വേണമെന്ന് പറഞ്ഞല്ലേ. എൻ്റെ പൊന്നോളെ അതല്ലേ രസം. ആകാശം മൊത്തം ഇരുണ്ടുകൂടി കിടക്കുകയല്ലേ, വെയിലുമില്ല, അതൊന്നും വേർത്തുമില്ല. ആകാശം ഇരുണ്ടുകൂടി കിടക്കണല്ലേ അച്ഛാ? അച്ഛൻ്റെ ബാത്റൂമിൽ ഇഷ്ടംപോലെ ബ്ലേഡ് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അച്ഛാ. അയ്യോ എൻ്റെ പൊന്നു വെച്ചാൽ പഴയ ബ്ലേഡ് അച്ഛൻ പൊതിഞ്ഞ് വെച്ചിരിക്കല്ലേ, എല്ലാം തുരുമ്പെടുത്ത് എടുത്ത് കളയണം കേട്ടോ. അതിൽ എടി വിടറിയെന്ന് അച്ഛൻ ഇഷ്ടമുള്ള എന്താ വെച്ച് കാണിക്കച്ചാ. അച്ഛാ ഒരാഴ്ച ഉണ്ടായി ചികിത്സയ്ക്ക് വേണ്ടി അച്ഛൻ സമയം കളഞ്ഞത്.
ഇത് അച്ഛൻ്റെ പൈസയിലെങ്കിലും എഞ്ചിനീയറിംഗ് നല്ല പൈസ ഇറക്കിയിട്ടുണ്ട്. ഇനി ഒരാഴ്ച എൻ്റെ ജോലിക്ക് കയറാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഉഴപ്പിയായിരുന്നോ? അത് മാത്രോ, ഈ വയ്യാത്ത ശരീരം വെച്ച് പുറത്തോട്ടൊക്കെ ഇറങ്ങി എന്തെങ്കിലും വയ്യാണ്ടായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. അത് 1-2 ദിവസം ഒന്നും കിടന്നാൽ പോരാ, 6-6 മാസമൊക്കെ കിടക്കേണ്ടി വരും. കേട്ടാട് പേടിയാവും. ഇത് ശരിക്കും പറഞ്ഞാൽ അമ്മയെ വിളിച്ച് പറയേണ്ട കേസാ. അപ്പനൊന്നും വിളിച്ച് പറയണ്ട. ഇനിയിപ്പോ അമ്മ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലേ അമ്മ നമ്മളെ കുറ്റം പറയും. വെറുതെ നമ്മൾ എന്തിനാണ് ഈ വായിട്ട് അലക്കണത്? നമുക്ക് നമ്മുടെ പണി നോക്കി പോവാം. വാ. ഉറങ്ങിയ അച്ഛാ, ഹലോ അച്ഛാ എന്താ ഉറങ്ങിക്കോ. ഇനിയും കിടന്ന് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങട്ടാ. ഉള്ളതേ ഇങ്ങനെ ചെവിയുടെ അടുത്തൊന്നും അലക്കരുത്. വയ്യാത്തയാണ്, ട്രീറ്റ്മെന്റ് കഴിച്ചിട്ട് വന്നൊക്കെയാണ്, ശബ്ദം കേട്ടുകൂടാ. അപ്പൊ റോഡിലോട്ട് ഇറങ്ങിയപ്പോ ഈ ലോറിയുടെ വണ്ടിയുടെ ശബ്ദമൊന്നും ഇല്ല, എല്ലാം മ്യൂട്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ പുറത്ത്. അത് ഞാൻ കുറേ നേരം 2 ഇങ്ങനെ കൈ പൊത്തി വെച്ചിരുന്നു. പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ കുറച്ച് പഞ്ഞി വെച്ച് ചെവിയിൽ വെച്ചിരുന്നു. അത് ചെവി പഞ്ഞി ഇവിടെ പോയ വരണ വഴി പോയിട്ടുണ്ട്. ഈ അച്ഛൻ എന്തിന് ഏതിനൊരു ന്യായമാണ്? എന്താടാ കുറേ നേരം നീ അച്ഛനെ വരിക്കാൻ തുടങ്ങിയിട്ട് ഇറങ്ങാന്തടാ. ട്രീറ്റ്മെന്റ് കഴിച്ചിരിക്കണമെന്ന് വിചാരിക്കില്ല. ഈ ചെവരോട് ചോദിച്ചില്ല കേട്ടാ. എടാ എൻ്റെ ആരും നോക്കാൻ ആരും നോക്കണ്ട, ആരും ഒരുത്തരും നോക്കണ്ട. പോയിട്ടാ പോടാണ്ട് മുമ്പേന്ന്. ഓ ഇനി കുറച്ച് വിളിച്ചൂടാ. നീയൊക്കെ ആയിട്ട് എൻ്റെ ശബ്ദം വയ്യായിരിക്കാണ്. അതൊന്ന് മനസ്സിലാക്കാണ് ഓരോന്ന് സംസാരിക്കാൻ പറഞ്ഞല്ലേ. ഇങ്ങനെ ഉച്ചയിട്ട് സംസാരിച്ചൂടാ, ഇളവും. ട്രീറ്റ്മെൻറ്റ് കഴിക്കുന്ന ഒരു വിചാരം പാടില്ല കേട്ടാ. ചുമ്മാ ഇങ്ങനെ ഇട്ട് ദേഷ്യപ്പെടുത്തിക്കണം. എന്ത് നോക്കണം?